ഇപ്പൊ കണ്ട നല്ല ഇറച്ചി കിട്ടിയത്. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നേ അന്നെ ഇറച്ചിയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അതിനാണ്? അയാളോട് ഞാൻ പറയുമ്പോ അയാൾ അവിടെ നിന്ന് ഒരിച്ചിരി ഇടും, ഇവിടെ നിന്ന് ഒരു വെട്ടിയിടും, പിന്നെ കുറച്ച് നെയ്യും. കാശല്ലേ കൊടുക്കണം, വേണ്ടെന്ന് പറയണം. ഇപ്പൊ അച്ചാമ്മേനെ പേടിച്ച് തന്നതാണ്. ജാൻസിയുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് വരും. ബാ, എന്താ വന്നില്ലേ? ഞാൻ മനില്ല, അച്ചാമ്മ വെക്കോ. ഞാൻ നിക്കത്തേ ഉള്ളൊന്നും നടക്കാൻ പോണില്ല. എന്താ? ചമ്മേനടെ അല്ല, ഞാനേ ഞങ്ങളുടെ പാലത്തിൻ്റെ അവിടെ ഉണ്ട്. അച്ചാമ്മ പോയിട്ട് പിന്നെ ഒരു ഭംഗിയും. എടി നിന്നെ ജാൻസി ഇറക്കി, എന്താ അങ്ങോട്ട് കയറാഞ്ഞെന്ന് ചോദിച്ചു. ഓ, എന്തിന്? ഫ്ലെക്സ് കാണിച്ചു തരാൻ വേണ്ടിട്ടല്ലേ? എന്നെ കാണണമെങ്കിലേ ഈ പാലത്തിനെ ഇങ്ങോട്ട് വരാൻ പറ. ആ, എവിടെ പോയി രണ്ടുപേരും രാവിലെ? കാലത്തെ എരിവിറച്ചതിനോട് പറഞ്ഞ് ബഹളം, അതിന് ഇറച്ചി മേടിക്കാൻ പോയത്. അല്ല, ആർക്കെങ്കിലും ഇറച്ചി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാ പറഞ്ഞു? ആഗ്രഹം ആർക്കും ആട്ടെ, തിന്നണം നമ്മൾ രണ്ടും കൂടിയല്ലേ. എല്ലാം എന്റെ മേത്തേക്ക് വെച്ചാൽ മതി. വേണ്ടേ? അല്ല, ഇത് വിശക്കണം എന്ന് പറഞ്ഞാൽ പഴമാണോ പൊളിച്ച് വയലാട്ട് വെക്കാൻ? ഇത് പണി തീരണ്ടേ? അച്ഛമ്മ അവിടെ വർത്താനം പറഞ്ഞ് നിന്നിട്ടല്ലേ? എന്ന് വെച്ചാൽ കണ്ടിട്ടുള്ള മനുഷ്യരാണ്, അവരോട് മിണ്ടണ്ട്. ഇങ്ങനെ വിശക്കണം എന്നും പറഞ്ഞ് കാര്യം കയറ്റിയിരുന്നുകൊണ്ട് കാര്യമില്ല. ഒന്ന് പൊളിക്കുന്നൊരു വേഗം. കഴിഞ്ഞ് ഇത് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയല്ല. ആര് പറഞ്ഞടി ആരെക്കൊല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? നമുക്ക് നോക്കി അടക്കാൻ പാല് കൊടി നിൽക്കണ കാണാം. ഈ പൈപ്പിൻ ചോട്ടിലാണ് അയക്കൊടി കൊണ്ടുവന്ന് വെക്കണത്. ഇത് അപ്പുറത്തെങ്ങാനും കാണാൻ പറയാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ ചവിട്ടി ഊരി ദൂരക്കളയും. പറഞ്ഞേക്കാം, എത്ര പ്രാവശ്യമായി ഇവിടെ വന്ന് മനുഷ്യൻ നടക്കും, മുട്ടും ഇടിക്കും. പിന്നെ അച്ഛമ്മ നോക്കി ഇങ്ങനെ നടക്കാഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് എന്ത് പോയി? ഇതേ അച്ചാറ് പൊതിയാഞ്ഞ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. കൊച്ചു കളിയാണ് മാറിയിരുന്നത്. ഒരെണ്ണം എന്താ അച്ഛമ്മ? കൊച്ചു കളിക്കണ പിള്ളേർ കളിയാണ്. അച്ചാറ് പൊതിഞ്ഞ് കൊടുക്കാൻ മേടിച്ചത്. പിന്നെ ആകെ ആ ബബിൾ ടാപ്പ് കൊണ്ട് മാത്രമേ ഉപകാരമുള്ളൂ, അല്ലാണ്ട് അച്ചാർ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഒരെണ്ണം എന്താ അച്ഛമ്മ? ഇല്ല, തരികയില്ല. അതിൽ അച്ചാർ കൊണ്ട് ഗുണമില്ലല്ലോ, തരികയില്ല.
ഇവിടെ ഒന്ന് വേഗട്ട. നാളെ പോയി റേഷനരി മേടിക്കണം. അല്ല അപ്പൊ അച്ഛമ്മ പോയില്ലേ, എന്നിട്ട് കിട്ടിയില്ലേ? അപ്പം ഞാൻ ചെന്ന് കൈ വെച്ചിട്ട് വിഷയം കേടാണ്, ഇത് കിട്ടിയില്ല. അപ്പൊ അതും കേടാക്കി നാട്ടുകാരുടെ കഞ്ഞുകൂടിയും മുട്ടിച്ചു. പിന്നെ ഞാനല്ലേ നാട്ടുകാരുടെ കഞ്ഞുകൂടി മുട്ടിക്കണം. എടി പണിയെടുത്ത് എൻ്റെ കയ്യിൽ വിഷയം പിടിക്കണില്ലെന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം നിന്നെ കൊണ്ടുണ്ടാക്കാം. അപ്പൊ പിന്നെ ഞാൻ പണിയെടുക്കണില്ലേ? നീ പണിയെടുക്കണുണ്ട്. നീ പണിയെടുക്കണമെങ്കിൽ തേഞ്ഞു തിരണ്ട നാക്കും വായുക. എന്തല്ലേ എന്ത് ഇപ്പൊ വേഗം ഒന്ന് പറഞ്ഞിട്ട് സമയം എത്രയെന്ന് അറിയാവാ. വിശന്നിട്ട് പാടില്ല. നാളെ റേഷൻ കടയിൽ പോകുമ്പോ അച്ഛമ്മ കൂടി വേണം കേട്ടോ. അതെന്താ? നീ ചെന്ന് അരി കിട്ടിയല്ലേ? അരിയൊക്കെ കിട്ടും. ഞാൻ വേണേ വിരൽ വെച്ച് കൊടുക്കാം. ഞങ്ങൾ ചുമക്കാനൊന്നും എനിക്ക് വയ്യ. അതിനൊരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി. ഓട്ടോ വിളിച്ച് അവിടം വരെ വരും. പാലം വരെയല്ലേ വരുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ചുമക്കണ്ടേ? നീ വന്നിട്ട് എന്നെ വിളിക്ക്, ഞാൻ അന്നേരം വെള്ളമായിട്ട് വരാം.